അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഏറെ ബഹുമാന്യരായ വ്യക്തിത്വങ്ങൾ, അതിലുപരി ജീവിതത്തിൽ അത്ഭുതങ്ങൾ തീർത്ത ഏറെ പ്രിയപ്പെട്ടവർ, പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ, വലിയ സന്തോഷം സമ്മാനിക്കുന്ന ഒരു വൈകുന്നേരത്തിലാണ് നമ്മളിങ്ങനെ ഒരുമിച്ചിരിക്കുന്നത്. ഈ പുസ്തക പ്രകാശന പരിപാടി അതിൻ്റെ സമാപനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ പരിപാടിക്ക് ആശംസകൾ നേരുന്നു എന്നതിനേക്കാൾ ഉപരി ഇവിടെ നിന്ന് നമ്മൾ പിരിഞ്ഞു പോകുമ്പോൾ നേരത്തെ പലരും സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഒരു പ്രചോദനം സമ്മാനിക്കുന്നു എന്നതോടൊപ്പം തന്നെ പിരിഞ്ഞു പോകുന്ന നമുക്ക് ഓരോരുത്തർക്കും ചിലതും കൂടി ഓർമ്മപ്പെടുത്തലുകളായിട്ടും നമ്മുടെ തന്നെ ചുമതലകളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ടുമാണ് നമ്മൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാനിരിക്കുന്നത്. ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുകയാണ്. 3 കാര്യങ്ങൾ കൊണ്ട് ഈ പ്രോഗ്രാം ഏറെ വ്യത്യസ്തമാണ്. ഒന്ന്, ഇത് നടക്കുന്നത് യെസ് അക്കാദമിയിലാണ്. 2, വളരെ ശ്രദ്ധേയമായ, ഒരുപക്ഷെ കേരളത്തിൽ ഇങ്ങനെ മുമ്പ് ഇതുപോലെ ഒരു പുസ്തകം ഇങ്ങനെ കോർത്തിണക്കിക്കൊണ്ട് നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. ജീവിതത്തിൻ്റെ പല സ്വഭാവങ്ങളിൽ, പല രീതികളിൽ അത്ഭുതങ്ങൾ തീർത്ത 25 പേരുടെ ഒറ്റ പുസ്തകത്തിൽ കോർത്തിണക്കപ്പെട്ട് ഇപ്പോൾ നമ്മുടെ കൈകളിൽ എത്തിയിട്ടുള്ള ഈ പുസ്തകം, അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. മറ്റൊന്ന്, ഇത് എഴുതിയത് ബഹുമാന്യനായ ഷെയ്ഖ് സാഹിബാണ് എന്നതാണ് മറ്റൊരു പ്രത്യേകത. അപ്പം 3 പ്രത്യേകതകൾ കൊണ്ട് നമ്മൾ സാന്നിധ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രോഗ്രാം നമുക്ക് തന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. ഒരു കാര്യം മാത്രം സൂചിപ്പിക്കുന്നു, ഈ 3 കാര്യങ്ങളും നമ്മൾ ഇനി നമ്മുടെ ചുറ്റിലും നമ്മുടെ പരിസരങ്ങളിലേക്കും നമ്മൾ ഇതിൻ്റെ സന്ദേശമായിട്ട് പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ വന്നിട്ടുള്ള ഈ ആളുകളെ, അതിഥികളായി വന്നിട്ടുള്ള ആളുകൾ, പുസ്തകത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ പലരും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. വളരെ അടുത്ത സുഹൃത്തുക്കളാണ്, എൻ്റെ നാട്ടിൽ നിന്നുണ്ട്. വളരെ ചെറിയ പ്രായം മുതൽ അദ്ദേഹത്തെ നാം കാണാറുണ്ട്. ഏതോ ഒരു സമയത്ത് 4ാം ക്ലാസ്സിൽ പഠനം നിർത്തി നമ്മുടെയൊക്കെ ജീവിതം തന്നെ തീർന്നു എന്നുള്ളിടത്തു നിന്നാണ് സ്വന്തമായ അധ്വാനങ്ങളിലൂടെ, പരിശ്രമങ്ങളിലൂടെ SSLCയും പ്രീ ഡിഗ്രിയും അതുപോലെ തന്നെ ഡിഗ്രിയും ബാക്കി കോഴ്സുകളൊക്കെ നേടിയെടുത്ത് ഉപജീവന മാർഗം തന്നെ നേടിയെടുത്ത് ഞങ്ങൾക്കിടയിലൂടെ തന്നെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന പല എഴുത്തുകാർ. അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് വളരെ ഘനപ്പെട്ട 2-3 നോവലുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. റഷീദ് ഇവിടെ ഇരിക്കുന്നുണ്ട്, മുമ്പാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ, റയീസ്, നമ്മളവരുടെ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഇന്ന് സംഭവിച്ചിട്ടുള്ള ഈ 3 കാര്യങ്ങളെയും നമ്മുടെ ഒരു തലമുറയിലേക്ക്, നമ്മുടെ കുട്ടികളിലേക്ക്, ചിലപ്പോൾ നമ്മൾ തന്നെ ഉണ്ടല്ലോ ജീവിതത്തിൽ നിരാശരാണ് എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും നമ്മുടെ വന്നിട്ട് സമീപിക്കുന്ന നമ്മുടെ തന്നെ പുതിയ തലമുറയിൽ ഒരുപാട് ആളുകളുണ്ട്. ഡിപ്രഷൻ എന്ന് നമ്മൾ പറയുന്നുണ്ട്. മാനസികമായ സംഘർഷങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടാവാറുണ്ട്. ജീവിതം നിലച്ചുപോയി എന്ന് പറയുന്ന ആളുകൾ ഉണ്ടാവാറുണ്ട്. ജീവിതത്തിൽ സങ്കടങ്ങളും പലപ്പോഴും വേദനകളും മാത്രം പേറി ജീവിക്കുന്ന മനുഷ്യരുണ്ട്. നമ്മുടെ തന്നെ വളർന്നുകൊണ്ടിരിക്കുന്ന വീടുകളിലെ കുട്ടികൾ, ആ കുട്ടികൾക്കൊക്കെ തന്നെ ഈ പുസ്തകങ്ങൾ നമ്മൾ സമ്മാനിക്കുകയും ഈ പുസ്തകങ്ങളിലുള്ള ജീവിതത്തെക്കുറിച്ച് നമ്മൾ പകർന്നു കൊടുക്കുകയും അവരെങ്ങനെയാണ് അതിജീവിച്ചത് എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തുകയും, ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഏത് ജീവിതത്തിലും അതിജീവനത്തിന് ശേഷിയുള്ളവരാണ് നമ്മൾ എന്ന് വളരുന്ന നമ്മുടെ കുട്ടികളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു വലിയ ദൗത്യം കൂടി നമുക്ക് നിർവഹിക്കാനുണ്ട് എന്നതാണ് ഈ പരിപാടി. യെസ് അക്കാദമി, ഈ പുസ്തകം, ബഹുമാന്യനായ ഷെയ്ഖ് സാഹിബ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ പരിപാടിക്ക് എല്ലാ അർത്ഥത്തിലുള്ള ആശംസകൾ നേരുകയാണ്. അഭിവാദ്യങ്ങൾ, പ്രാർത്ഥനകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
നന്ദി.